എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 12ാമത്തെ ദിവസമാണ്. ഇന്ന് ഖേത്രി നഗർ, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ താമസിക്കുന്ന സ്ഥലത്തിലെ ആണ് ഇവിടെ ഒരു ചാപ്റ്റർ ഞങ്ങൾ ആരംഭിച്ചിരുന്നു, രാജസ്ഥാനിലെ ഖേത്രി നഗറിൽ. ഈ ഖേത്രി നഗർ ചാപ്റ്ററിന്റെ വകയായിട്ടാണ് ഇന്ന് പാരായണം നടത്തുന്നത്. പക്ഷേ ഇവിടെ മലയാളികൾ ഇപ്പോൾ ഒന്നുമില്ല. ഞാൻ വന്ന സമയത്ത് 200ഓളം മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു. ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആൾ ഞാനായിരുന്നു. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ മലയാളി എന്ന് പറയാൻ. വേറൊരു ഫാമിലി ഉണ്ട്, അത് വേറൊരു മതവിഭാഗത്തിലുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ഞാനും ഇന്ന് അമ്മയും കൂടെ തുടങ്ങി വെക്കുകയാണ്. എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയോടെ ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തി ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കർ. വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവം സർവകാര്യേഷു സർവദാ. മാണിക്യവീണ ഉപലാലയം ദീ മദാലസ മഞ്ജുളവാഗ്വിലാസ മഹേന്ദ്ര നീലജ്യോതി കോമളാംഗീ മാതംഗകന്യാ മനസാ സ്മരാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയ് ശ്രീറാം, ജയ് ശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. ആദ്യമായി പാരായണം തുടങ്ങുന്നത് ആരണ്യകാണ്ഡത്തിലെ ജടായു സംഗമമാണ്. ജടായു സംഗമം ആ ഒരു ഭാഗം പാരായണം ചെയ്യുന്നതിനായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അമ്മയെ തന്നെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹേ രാമ 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 ഹേ രാമചന്ദ്ര ജയ, ഹേ രാമ 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 ഹേ രാമഭദ്ര ജയ, ഹേ രാമ 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 സേതാഭേ രാമ രാമ, ഹേ രാമ 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 ലോകാഭേ രാമ ജയ, ഹേ രാമ 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 രാവണാന്തക രാമ, ഹേ രാമ മമ ഹൃദേ രമതാം രാമ രാമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നരുൾ ചെയ്തു. ജടായു സംഗമം അദ്രിശൃംഗാഭ തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രസപ്തമേനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ പെദ്ധരോഷണാത്മേഷാത്മജനോടു ചൊന്നാൻ. രാക്ഷസപ്രവേരനെ കിടക്കുന്നു മുനേ, പക്ഷകാനുവേന കണ്ടതില്ലയോ സഹേ. വില്ലിഞ്ഞു തന്നിടുന്നേ പേടിയുണ്ടാവുന്ന കൊല്ലുവാനുവേന ഞാൻ വൈകാതെ ഇപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതോ കേട്ടു പക്ഷിശേഷനും ഭയാവീടനായി ചൊന്നു. പക്ഷനല്ല തവം താതനോ ചെറുപ്പത്തിൽ എത്രയും വിട്ടനായ വയസ്സെന്നറിഞ്ഞാലും എന്തിരോ അടിക്ക് ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവാൻ കണ്ട വീണ ഹസ്തനാം ജടായു ഞാൻ.
എന്നിവ കേട്ടോ ബഹു സ്നേഹം ഉൾക്കൊണ്ടോ നാഥൻ നന്നായി അശ്ലേഷം ചെയ്തു നവീനഗ്രഹം എങ്കിൽ ഞാനിരിപ്പതിനടുത്തു വസിക്കുന്നേ സങ്കടാമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതോ കഷ്ടം കഷ്ടം സിംഹര പ്രവേരനായ മേലൻ ഭവാൻ കണ്ടവടി പ്രവേശം എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിതു പഞ്ചവടി തന്നിലം മാറു ചെയ്ത രത്മനാസമേതനായി കർണശാല എന്തെത്തോ രത്മണൻ മനോജ്ഞമായി പത്മാ പുഷ്പങ്ങൾ കൊണ്ടു തത്വവും ഉണ്ടാക്കിനാൻ ഉത്തമാംഗനാഥിക്കുത്തരാതീരെ പുരുഷോത്തമൻ വസിച്ചതു ജാനകി ദേവിയോടും കദളീപനേന ജന സംഭവർജ്യതേ നിരുജാസദേവിനോ ദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമേന യോധയിൽ വാണതോ പോലെ വാണാൻ ഫലമൂടാതെ കള്ളം ലക്ഷ്മണേനോദനം ഫലവും കൊണ്ടു വന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിലുറങ്ങാതെ ശാപവാണം ധരിച്ചരാശാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യേ മൂവരും പ്രാകാലെ ഗൗതമീ തന്നിൽ കുളിച്ച അർത്ഥവും കഴിച്ചുടൻ പോരുമ്പോൾ തോമിത്രി പാനീയവും കൊണ്ടുപോരും വാരവാരം പ്രീതം കൊണ്ടങ്ങനെ വാഴങ്കാലം ലക്ഷ്മണോപദേശം ലക്ഷ്മണേനൊരുദിന മേഘാന്തേ രാമദേവൻ തെക്കൾ കൂപ്പി വിനയന്നതേൽക്കുന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോട നീങ്ങം വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരോ മാറരുൾ ചെയ്തിടണം ആര് നിന്തിരോടെ ഒഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ മണ്ണലെ ശ്രീരാമേനതോ കേട്ടോ ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനെന്ന് ചെയ്തതോ വഴി പോലെ കേട്ടാലോ മികയിലതെ ഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽമെല്ലാം മുമ്പിനാമായ സ്വരൂപത്തെ ഞാൻ ചൊല്ലുവാനമ്പോട് വിജ്ഞാന സാധനം ചൊല്ലാമല്ലോ വിജ്ഞാന സഹിതമാ ജ്ഞാനവും ചൊല്ലൻ പിന്നെ വിജ്ഞാനമായ ആത്മാസ്വരൂപത്തെയും ചൊല്ലാമല്ലോ ജ്ഞാനമായുള്ള പരമാത്മാനം അറിയുമ്പോൾ മായാ സംബന്ധ ഭയമോ ഒക്കെ നീങ്ങിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹവസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ മായയാകുന്നതോ നിർണയം അതേനാതെ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിഷയവാരണങ്ങളെന്നോ രണ്ട് രൂപം മായക്കുന്നറിയുന്നേ അരേകതേ സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദേ ബ്രഹ്മാന്ത മാമാ വിദ്യാരൂപാവതോ സംഘാദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയായകം വിദ്യയായതും മറ്റേ ആനന്ദ പ്രാപ്തിഹേതോ കോതയെന്നറിഞ്ഞാലും മായ കൽപ്പിതം പരമാത്മനെ വിശ്വമടോ മായെ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നോ തോന്നിക്കുന്നു രഞ്ജുകണ്ഠത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കേതും ഒന്നറിയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കതും മാനസിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കണ്ടതെന്നല്ലോ വിക്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതും ദേഹം തന്മൂലം പുത്ര കളത്രാദി സംബന്ധമെല്ലാം ദേഹമായതോ പഞ്ചഭൂതസഞ്ചയമയം ദേഹസംബന്ധമായ വൈഭവം വിചാരിതേ ഇന്ദ്രിയാതിശേകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തം മൂല പ്രകൃതി എന്നതെല്ലാം ഓർത്തുകണ്ടാലും ഒരു മെച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതോ ദേഹമെന്നല്ലോ നാമം എന്നിവറ്റെങ്കിൽ നിന്നു വേറൊന്നു ജീവേനതും നിർണയം പരമാത്മാനിശ്ചലൻ നിരാമയൻ ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞു കൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടോ കൊണ്ടുള്ള സൗമിത്രനെ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും മൂർഖിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമില്ലേതുമേ ഭേദമില്ല രണ്ടും ഒന്നത്രേ നൂനം ഭേദം എന്നോ പറയുന്ന അജ്ഞന്മാരല്ലോ
വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞ സന്തുഷ്ടനായി സദാകാലം അന്യാശേപാതകളും സകച്ചു സമാവുച്ച മന്യഭാവവും മകളെ കളഞ്ഞനോദിനം ഭക്തി കൊയ്ക്കൊണ്ടു ഗുരു സേവയും ചെയ്തു നിജാചിത്വശുദ്ധിയും ദേഹാശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സത്കർമ്മ ക്രീഡകം വരുത്താതെ സത്യത്തെ സമാശയിച്ചാണെന്ന സ്വരൂപനായി മാനവാദനാദേഹങ്ങളെ അടക്കിത്തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തയാതെ മരണങ്ങളെ ചിന്തിച്ചുള്ള പള്ളിയിലാകാരേന സമാഭാവനായോണം ധർമാത്മാഭാഗു മനസ്സോടെ സർവദാ രാമ രാമേത്തെ മിത്രജയത്തോടം പുത്രാർത്ഥേതു നിഷേഹത്വവും ചെയ്തു ശക്തിയും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടും സന്തോഷവിവിഷ്ടരെ വസിക്കണം പ്രാകൃതജനങ്ങളുമായി വസിക്കരു തൊട്ടു വേഗാന്തേ പരമജ്ഞാനവത്പരനായി വേദാന്തവാക്യങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും അഗ്നി സമർപ്പിച്ചാൽ ജ്ഞാനവും മകതാരേരുണച്ചു തമഞ്ഞിടം മാനസേ വികല്പങ്ങളേതുമേ ഉണ്ടാവല ആത്മാവാകുന്നതും തൊന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലഭോ ആത്മാവല്ലല്ലോ ദേഹ പ്രാണബുദ്ധഹങ്കാരം മാനസാധികളൊന്നും ഇവറ്റിൽ നിന്നും മേലെ മാനമേതാതെ പരമാത്മാവോ താനെ വേറെ നിൽപ്പതോ ചിതാത്മാവോ ശുദ്ധമാത്മം അവ്യക്തം ബുദ്ധം തദ്വാദാജ്ഞാനികത്വപദാർത്ഥമായ ജ്ഞാനം കൊണ്ടെന്ന വഴി കണ്ടാലറിഞ്ഞ് കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നോ കാട്ടുന്നു വസ്തുതനെ ജ്ഞാനമുണ്ടാകുന്നതോ വിജ്ഞാനം കൊണ്ടോ തന്നെ ജ്ഞാനമോ വിനു ജ്ഞാനറിവനോ വിനാ സാധനമാകയാലേ സർവസ്വപരേ പൂർണ്ണനാത്മാവോ ചിദാനന്ദൻ സർവതത്വാന്തർഗത ആരേഷ്ഠനല്ലോ ഏകാദ്വയൻ പരൻ അവ്യയൻ ജഗന്മയൻ യോഗേശേന ശൈലാഹരൻ നിരാധരൻ നിത്യസത്യജ്ഞൻ താന്തേരത്മണ ബ്രഹ്മാത്മകൻ ബുദ്ധിവാദികളിൽ വേദിവൻ മായാമയൻ ജ്ഞാനം കൊണ്ടുവാക്യമ്മൻ ഗോകുലാമേകാത്മനാചാര്യ ശാസ്ത്രോപദേശൈക്യജ്ഞാനം ജ്ഞാനം ആത്മാനോർവം ദൈവ പരമാത്മായോർ മൂലവിദ്യ ആത്മനികാര്യം കാരണങ്ങളും കൂടി ചേർന്നോരെ ചേടുമ്പോളൊരവസ്ഥയും അല്ലോ മുക്തി ലയത്തോടാശോ വേറെ തിരിപ്പതോ ആത്മാവെന്നെ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടോ സജീവമായിട്ടുള്ള കൈവല്യ സ്വരൂപമേ ഉള്ള വണ്ണമേ പറവാനോ മിരീവാനോ ഉള്ള നല്ല ഉണർവുള്ളോരിനാരും ജഗത്തിങ്കൽ മത്ഭക്തി അല്ലാതെ എന്തുള്ള പങ്കൽ മത്ഭക്തി കൊണ്ടോ തന്നെ കൈവല്യം വരും താനും നേസമുണ്ടെന്നാകിലും കാണുന്നതിനുണ്ടോ പണി രാധയ തന്റെ പാദം ദൈവം എന്നാക ദൈവം നേർവഴി അറിഞ്ഞിടുവണ്ണമേ ശ്രീരാമ ഭക്തിയുണ്ട് കാണായി വരോ ഭക്തനായി പ്രകാശിക്കോ മാവുന്നവനം ഭക്തിക്കോ കാരണവും എന്തെന്നോ കേൾക്കാനെന്നേ ഭക്തന്മാരോടുള്ള നിത്യസംഗമം ഭക്തന്മാരെ കനിവോടോ സേവിക്കുന്നതും ഏകാദശാദേവ സ്ഥാനങ്ങളും പുനായാകുലമെന്നേ സാധിച്ചു കൊള്ളുകയോ മുതാ ഭോജനം വന്നേനവും പാവനം ദാസെന്നല്ല ഭോജനമഗ്നേ പ്രാണം കൊടുക്കയോ മതാം മൽക്കഥാപരാഭാടാസനങ്ങളുടെയും മദ്ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതം മിഥ്യാമെങ്കിൽ വർദ്ധിക്കഞ്ജനങ്ങൾക്കോരന്തരം വരാതൊരു ഭക്തിയും ഉണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരല്ലോ ഭക്തിയുക്തനോ വിജ്ഞാനം
വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുന്ന മുക്തയമ്പരം മുക്തമാർഗന്ധവാരത്നവശാലുക്തമായതോ നടക്കുന്നതേ ധരിക്കനേ സത്യവാമനാമൂലം എത്രയും ഗുഹ്യമ്മ ഭക്തന്മാർ കൊഴിഞ്ഞു വരേശിച്ചിടരുതല്ലോ ഭക്തനാകലവൻ ചോദിച്ച ഭക്തനാകലും ഭക്തവാം അവ്യജ്ഞനോടോ വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസം ശ്രദ്ധായുക്തനാമത്തേനതോ നിത്യമായി പാഠം ചെയ്യില്ല ജ്ഞാനാമവർന്നവോ ഭക്തി സംയുക്തന്മാരായ യോഗിരന്മാർഗോ ഹസ്തസംസ്ഥിതായല്ലോ മുക്തി എന്നറിഞ്ഞാലും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗുരുവായൂരപ്പ ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അമ്മയാണ് ആദ്യം വായിക്കേണ്ടത് എന്ന് പാരായണം തുടങ്ങേണ്ടത്. അപ്പൊ എന്നോട് പറഞ്ഞു ജടായു സംഗമം മാത്രമേ ഞാൻ പാരായണം ചെയ്തുള്ളൂ. എന്നിട്ട് ഇന്നിപ്പോ അതേ കേട്ടില്ലേ, ജടായു സംഗമം കഴിഞ്ഞ് പഞ്ചവടി പ്രദേശവും കഴിഞ്ഞ് ലക്ഷ്മണോദേശവും എന്നോട് പറഞ്ഞു നീ ലക്ഷ്മണോദേശം തൊട്ട് നീ പാരായണം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് അത് കയറി ഞാൻ പാരായണം ചെയ്തിരിക്കുകയാണ്. വളരെ നന്ദി അമ്മേ. വളരെ സന്തോഷം. വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. അതെ സെക്കൻഡുകൾ എടുത്തില്ല അമ്മ വായിക്കാൻ. അതെ സത്യം പറഞ്ഞാ ഗുരുവായൂരപ്പനാണോടാ എനക്ക് വായിപ്പിച്ചത് മൊത്തം എന്റെ തീർച്ചയായിട്ടും അമ്മ ഇത് പാരായണം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഭഗവാൻ തന്നെ ഇതായിട്ടില്ല. അപ്പൊ ലക്ഷ്മണോപദേശം അമ്മ തന്നെ പാരായണം ചെയ്താൽ മതി എന്നുള്ളത് ദൈവഹിതമാണ്. എന്തായാലും വളരെ നന്ദി. വളരെ മനോഹരമായി പാരായണം ചെയ്തു. വേണമെങ്കിൽ ഭഗവാനെ ഞാന് സുന്ദരഭാണം മൊത്തം കാണാതെ അറിയാം, സോമവാര വ്രതം മൊത്തം കാണാതെ പഠിച്ചതാ. ഇപ്പം ഭഗവാൻ എല്ലാം എന്നെ ഇങ്ങനെയൊക്കെ ആക്കി ഗുരുവായൂരപ്പ. പിന്നെ ഇത്രയും ജയിക്കാനുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഭഗവാനെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചോണം. നമസ്കാരം അമ്മേ. വളരെ സന്തോഷം. വളരെ സന്തോഷം. വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. വളരെ സന്തോഷം. അപ്പൊ അടുത്ത ഭാഗം ഞാൻ കുറച്ച് ഭാഗം പാരായണം ചെയ്യാം. അതിനുശേഷം ജയേട്ടന്റെ അമ്മയെ കൂടെ ഇന്ന് പാരായണത്തിന് വേണ്ടി ക്ഷണിക്കാനെന്ന് കരുതിയിരിക്കുക. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശൂർപ്പണഖ ഗമനം. ഇത്തരം സൗമിത്രയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നീടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചപടി ഭൂതലേ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീ ചരിജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി പങ്കിതേരിടും പദപാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകമുൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണ പീഡിതയാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടും മന്ദമായുര ചെയ്താൾ. ആരടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരുടന്തിവിടേക്കു വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാഖ്യയാ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം പ്രാതന്മാർക്കരികിലെ അരികെ ജനസ്ഥാനെ ഞാനിരിപ്പതും സദാ
നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജ സീത തന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടു കൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാശിച്ചു പുഞ്ചിരി പൂണ്ടു മാനവീരവനോടരുൾ ചെയ്തിടിനാൻ. ജ്ഞാനിക തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാമിവളെന്നുടെ പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞീടരുതൊന്നുകൊണ്ടും. സാപജ്ഞോത്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം, താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീ ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനടോ. മംഗലശീലന രൂപനത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൾ ഭർത്താവാകുന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്താൻ, എന്നുടെ പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നുടെ ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാവാൻ തക്കവളയില്ലയല്ലോ. ചെന്നു നീ ചൊല്ലിടകിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി. പിന്നെയും രഘുകുല നായകനോടു ചൊന്നാൾ, എന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു. നിനക്കൊന്നു കൊണ്ടുമേയൊരു സങ്കടമുണ്ടായി വരാം. മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടു കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു പൂജയ്ക്കായി വരുമനാരദം. ഇത്തരം അവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനിരെ അനുകരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണമതിനുകളുണ്ടെന്നെനിക്കിപ്പോൾ. ഒരുത്തി വേണമവൻ അതിന് ആരെന്നു തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതും. തെരിക്കെന്നിക്കാലം കളഞ്ഞിടാതെ ചെൽക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കന്നവനടോ. രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നെ അപേക്ഷിച്ച നേരത്തു കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ. നിന്നിലേതുമൊരു കാംക്ഷയെന്നറിക നീ, മന്നവനായ രാമൻ തന്നോടു പറഞ്ഞാലും. പിന്നെയും അത് കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപെട്ട ജ്ഞാഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംശ്രയും കൈക്കൊണ്ടേറ്റം. കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം. ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം
ഛേദിച്ച നേരം അവളലറി ഉറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലി കൊണ്ടു നീല പർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരുമരുവിയാറുപോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തന്റെ വരവുണ്ടിനി എപ്പോഴെന്നു ദേവദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. ഖരവധം. രാക്ഷസപ്രവരനായിടിനഖരൻ മുമ്പിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാശോഖരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നോടെത്രയും വിരയേ നീ വീർത്തു വീർത്തേറ്റം വിറച്ചലറി സദ്ഗതമാർത്തി പൂണ്ടോത്തു ഭീത്യ ചൊല്ലിനാൾ അവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ടുത്തമ ഗുണവാന്മാരത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടുകൂടെ സീതയെന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രരാമവ്രജൻ ഖഡ്ഗേന ഛേദിച്ചു മൽകുജാദികളെല്ലാം. ശൂരനായിടും നീ എന്നവരെ കൊല ചെയ്തു ചോര നൽകുകദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കലിച്ച വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുറ ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നുമൽ ഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിനാശു 14 പേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കൊടുത്തിടെന്നാൽ ഇവരാ കൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ. ഖരനേറ്റം ഉന്നതന്മാരാം 14 രാക്ഷസന്മാരെയും ശൂലമുൽക്കരവും മുസലാസി ചാപേഷു പിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ദൂതന്മാരാത്തു വിളിച്ചുത്തതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം. ബദ്ധവൈരേണ 14 വരുമൊരുമിച്ചു ശസ്ത്രൗഖം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ. മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഖം വരും നേരം. പ്രത്യേകമോരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാനോരോന്നിനാൽ. ശൂർപ്പണകയതും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുമ്പിൽ വീണലറിനാൾ. എങ്ങു പോയി കളഞ്ഞിത് നിന്നോട് കൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 വരും ചൊല്ലി. അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനിയേ വരാതെ വണ്ണം പോയാർത്തെക്കോട്ടവർ എന്നു ശൂർപ്പണകയും ചൊല്ലിനാളതു കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാൻ അതു നേരം. പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനു മനുജൻ ത്രിശിരസും. ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം ത്രിശിരസും പടയും പുറപ്പെട്ടു. വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോട് യുദ്ധം ചെയ്വതിനുടറ്റോടെ. രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ. ബ്രഹ്മാണ്ടം നടുങ്ങുമാറന്തൊരു ഘോഷമിതു, നമ്മോട് യുദ്ധത്തിനു വരുന്നു രക്ഷോബലം. ഘോരമായിരിപ്പോരു യുദ്ധവും ഉണ്ടാവാമിപ്പോൾ. ധീരതയോടുമത്ത നീയൊരു കാര്യം വേണം. മൈഥിലി തന്നെയൊരു ഗുഹയിലാക്കിക്കൊണ്ട് ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ. ഞാൻ ഒരുത്തനെ പോരും ഇവയൊക്കെ കൊല്ലുവാൻ മനസ്സേ നിനക്കു സന്ദേഹമുണ്ടായിടലാം. മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെന്നെയാണയുമിട്ടു
കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ. ലക്ഷ്മീ ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമകം പുക്കാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അടുത്ത ഭാഗം പാരായണം ചെയ്യുന്നതിനായി വിജയേട്ടന്റെ അമ്മയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചോളുന്നു. പാരായണം മാത്രമേ ഉള്ളോ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശാപബാണങ്ങളെയും എടുത്തു ഭരീകരമാഭോഗാനന്ദം ഉറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരമാർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗകം പ്രയോഗിച്ചാർ. വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചതു വേഗാൽ പുഷ്കര നേത്രന്മേൽ തൽക്ഷണം അവയെല്ലാം ഇതു കണ്ടിച്ചു രാമൻ. രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചിതു നിശീതോഗ്രബാണങ്ങൾ തന്നാൽ അഗ്രെ വന്നടുത്തൊരു രാക്ഷസ പടയെല്ലാം. ഉഗ്രനാം സേനാപതി ദൂഷണനതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു. തൂകിനാൽ ബാണഗണമവറ്റേ രഘുവരൻ വേഗേന ശരങ്ങളാലന്മണി പ്രായമാക്കി 4 ബാണങ്ങളിതു തുരകം 4നെയും കാലവേശ്മനി ചേർത്തു സാരഥിയോടും കൂടെ ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ. പിൽപ്പാടു ശതഭാരായ പായസ നിർമ്മിതമായ കൽപ്പേറും പരീഖവും ധരിച്ചു വന്നാനവൻ. തൽബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദശരഥി തൽപരീഖത്താൽ പ്രഹരിച്ചിതു. സീതാപതി മസ്തകം വിളർന്നവനുർവിയിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണനും. ദൂഷണൻ വീണ നേരം വീരനാം തൃശിരസും രോഷണ 3 ശരം കൊണ്ടു രാമനെ എഴുതാൻ. മുന്നം കണ്ടിച്ച് രാമൻ 3 ബാണങ്ങളെയ്താൽ 3 മുറിച്ചിടിനാൻ തൃശിരസും. 100 ബാണങ്ങളെയ്താൻ അന്നേരം ദശരഥി 100 കണ്ടിച്ചു പുനരായിരം ബാണമെയ്തൻ. അവയും മുറിച്ചവന് അവനയുധം ബ്രാണമെയ്താൻ അവനീപതി വീരനവയും നുറുക്കിനാൻ. അർദ്ധചന്ദ്രാകാരമായിരിപ്പോരംഭൂതനാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ. അന്നേരം ഖരനാദിത്യാപതടിയിടും രഥം തന്നിലം മാറുകരയേറിനാണൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂകിടിനാൻ. ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടു ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതായി. നിഷ്ഠുരതരമായ രാഘവ ശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശൂഖരൻ. ചട്ടയും നുറുക്കിനൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാനതു നേരം. താപസ ദേവാദികളായുള്ള സാധുക്കളും താപമോടയോ കഷ്ടം കഷ്ടമെന്നുരേ ചെയ്താർ. ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരരും താപസന്മാരും ചെന്നാർ. തൽക്കാലേകുമ്പോൾ ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കൈയിൽ കാണായി വന്നീതത്രയും ചിത്രം. മുഖ്യവൈഷ്ണവ ജപം കൈക്കൊണ്ടു നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഖണ്ഡിച്ചൻ ഖരനുടെ ജാപവും കവചവും കുണ്ടലാര കിരീടങ്ങളും അരക്ഷണാൽ
സൂതനെ കൊന്നു തുരകങ്ങളും തരും പൊടി ചതിനായകനടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയറിനാനശൂകരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതും അപ്പോൾ പിന്നെയും ഗതയുമായടുത്താനശൂകരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ എറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തെരിയിലേറി വന്നസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഹരൻ ഘോരമാഗ്നേയാസ്ത്രമിതൂ രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനഞ്ചിതശ്രമം പിന്നെ കൗബേരാസ്ത്രം ഇന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈഋതമസ്ത്രം പ്രയോഗിച്ചതുമായാമ്യാസ്ത്രേണ വീരനാൻ രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതു മൈന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ ഗന്ധർവമയച്ചതു കൗശകമസ്ത്രം കൊണ്ടു ശാന്തമായതു കൊണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീഷ്ണമാമൈശികസ്ത്രമിതൂ രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞു മൂന്നമ്പുതന്നാൽ സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ യാതുതാനാധിപതി ശൂലവും കൈക്കൊണ്ടതി ക്രോധന രഘുവരനടുത്ത നേരം ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവു ഇന്ദ്രാരി തലയറുത്തിടിനൻ ജഗന്നാഥൻ വീണുതു ലങ്കാ നഗരോത്തര ദ്വാരേ തല തുണിപൂക്കിതു വന്നു ബാണവും അതു നേരം കണ്ടു രാക്ഷസേരെല്ലാം ആരുടെ തലയെന്നു കുണ്ഡഭാവേന നിന്നു സംശയം തുടങ്ങിനാർ ഖരദൂഷണ ത്രിശിരാക്കളും നിശാചരവരും 14,000 മരിച്ചതു നാഴിക 3.25 കൊണ്ടു രാഘവൻ തന്നാൽ ഒഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹമതു നേരം ജ്ഞാനവും ലഭിച്ചിതു രാഘവൻ പക്കൽ നിന്നു മനസ്സേ രേവരുമതു നേരൻ രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ച മോദം കൊണ്ടുകൂപ്പി സ്തുതിച്ചാർ പലതരം നമസ്തേ പാദാംബുജൻ രാമ ലോകാഭിരാമ നമസ്തേ പാപഹരം സേവകാഭിഷ്ടപ്രദം സമസ്തേശ്വരാദയ വാരിധേ രഘുപതേ രമിച്ചീടണം ചിത്തം ഭവതി രമാപദേ ത്വൽപദാംബുജം നിത്യം ധനിച്ചു മുനീജന ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു ഉൽപ്പാടു മഹേശനെ തപസു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂല ഛേദന കൂടാരമായി ഭവിക്കും ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടതു മൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരനതു നേരം യാമിനി ജരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായ അവതരിച്ചിടുവൻ ഞാനും ഭൂമൗ രാക്ഷസദേഹന്മാരും നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവേനില്ല സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരനതു മൂലം നിർണയം മഹാദേവനായതു രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം ആനന്ദ സ്വരൂപനാം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്തു രഘുനാഥൻ മന്ദഹാസം പൂണ്ടു സാനന്ദമരുൾ ചെയ്തു വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾ ഒക്കവേ സാക്ഷീഭൂതനായിതു പരമാത്മാ ജാഗ്രത് സ്വപ്നാഖ്യാദ്യാവസ്ഥാഭേദങ്ങൾക്കുമീതേ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം ബാല്യകൗമാരാദികളാഗമാവായികളം
കാല്യാദിഭേദങ്ങൾക്കു സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവു ബ്രഹ്മമാനന്ദാത്മകം പരമം ധനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവശൻ ജഗൽക്കാരണൻ ദശരഥി രാഘവൻ 3.75 നാഴിക കൊണ്ടുകുന്നൻ വേഗനെ 14 സഹസ്രം രക്ഷോബലം സൗമിത്രി സീതാദേവി തന്നോടും കൂടെ വന്നു. രാമചന്ദ്രനെ വീണു നമസ്കാരം ചെയ്താൻ ശസ്ത്രൗഘ നികൃത്തമം ഭർത്തൃവിഗ്രഹം കണ്ടു മുക്തവാസ്പോദം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാളൊക്കവേ പുണ്ണുമതിൽ വടുവും മാച്ചിടിനാൽ ലക്ഷോവീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോളെന്നു ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൽ പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും ഹരദൂഷണ തൃശീരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനരു ചെയ്തയച്ചോരു ശേഷം സുമിത്രപുത്രൻ തപോധനന്മാരോട് ചെന്നാനാം അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താൽ ഇനിക്കാലം വൈകാതെ ഒടുങ്ങിടും അമർത്യവൈരികളെന്നു ഉറച്ചു മുനീജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ പലരാശികളുമായ തട്ടായിവൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേജത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാൽ ലക്ഷ്മണനവ 3 കൊണ്ടുവന്ന ശൂരാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ അങ്കുലീയകമെടു തമ്പുജ വിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിടിനാൻ കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാനരുളിനാൻ. ഹരേ കൃഷ്ണ. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ മനോജവം മാരുതതുല്യവേദം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇന്നത്തെ പാരായണം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. 2 അമ്മമാരും വളരെ ഭംഗിയായി പാരായണം ചെയ്തു. വളരെ സന്തോഷം. 2 പേർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. അടുത്തതായി ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തിന്റെ വ്യാഖ്യാനത്തിനായി നമുക്കൊക്കെ പ്രിയപ്പെട്ട ഉഷയടത്തിയ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ജയശങ്കര. നമസ്തേ ജയശങ്കര. എല്ലാവർക്കും നമസ്തേ. ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തെക്കുറിച്ച് 12-ാം ദിനം പഞ്ചവടി പ്രവേശം മുതലാണ് ഭഗവാൻ അഗസ്ത്യ മഹർഷിയെ സന്ദർശിച്ച് അഗസ്ത്യ മഹർഷിയാണ് പഞ്ചവടിയിലേക്ക് പോകാനൊക്കെ നിർദ്ദേശം കൊടുക്കുന്നത്. കാരണം അഗസ്ത്യ മഹർഷിയും ത്രികാലജ്ഞാനിയ 5 ഗന്ധർവന്മാർ ഒരിക്കല് തപസ് ചെയ്തുകൊണ്ടിരുന്ന അഗസ്ത്യ മഹർഷിയെ ശല്യപ്പെടുത്തിയായിരുന്നു. അന്ന് അഗസ്ത്യൻ ശപിച്ച് അവരെ 5 മരങ്ങളാക്കി പഞ്ചവടിയിലാക്കി. അതാ പഞ്ചവടി എന്ന് പേര് വന്നേ. പിന്നെയും ഒരർത്ഥം പറയാം, പഞ്ചേന്ദ്രിയങ്ങൾക്ക് ളെയൊക്കെ നിഗ്രഹിച്ച് അതിനെ വശത്താക്കിയ ഒരു സ്ഥലം എന്നും പഞ്ചവടിയെ പറയുന്നുണ്ട്. അങ്ങനെ ആ പഞ്ചവടിയിലേക്ക് പോവാൻ ആയുധങ്ങളും ഒക്കെ കൊടുത്തു തന്നെയാണ് രാക്ഷസ നിഗ്രഹത്തിനും സ്വയരക്ഷയ്ക്കും ഒക്കെയായിട്ട് മഹർഷീശ്വരനായാൽ പോലും ജ്ഞാനവും ധർമ്മോപദേശം കൊടുത്തു. കൂടാതെ ആയുധങ്ങളും ഒക്കെ കൊടുത്താണ് കുമാരന്മാരെ പഞ്ചവടിയിലേക്ക് യാത്രയാക്കുന്നത്. ഇതോടുകൂടി
നമുക്കറിയാം പഞ്ചവടിയിൽ വെച്ച് പിന്നെ അവർക്ക് യാത്ര, അവർ 3 പേരും കൂടി ഒരു യാത്രയില്ല. ആ പഞ്ചവടിയിൽ താമസിക്കുമ്പോഴാണ് രാവണൻ സീതയെ കൊണ്ടുപോകുന്നതും അതോടുകൂടി പിന്നെ കുമാരന്മാര് തന്നെ ആവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും അറിയുന്നില്ലല്ലോ. പഞ്ചവടിയിലേക്ക് അവരെത്തുന്നു. അവിടെ ഗംഗാ നദിയുടെ ഉത്തര തീരത്ത് വടക്കു ഭാഗത്തായിട്ട് ഒരു ആശ്രമമൊക്കെ പണിഞ്ഞ് വളരെ മനോഹരമായ ആ പഞ്ചവടിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ധാരാളം മാനുകളും താമര പൊയ്കകളും സുന്ദരങ്ങളായ വൃക്ഷങ്ങളും ലതകളും പൂക്കളും ഒക്കെ നിറഞ്ഞ വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഈ പഞ്ചവടി. ഈ പഞ്ചവടിയില് ഗംഗാനദിയുടെ തീരത്ത് അവരൊരു ആശ്രമമൊക്കെ നിർമ്മിച്ച് അവിടെ കഴിയുന്നു. രാവിലെ എല്ലാവരും കൂടെ ഗംഗയിൽ പോയി സ്നാനം ചെയ്ത് സന്ധ്യാവന്ദനം ചെയ്ത് ഒക്കെ തിരിച്ചു പോരുമ്പോൾ ലക്ഷ്മണൻ കുടിക്കാനുള്ള വെള്ളവും ഒക്കെ ആയിട്ട് തിരിച്ചു പോരും. അങ്ങനെ സുഖമായിട്ട് അവിടെ കഴിയുമ്പോൾ ലക്ഷ്മണൻ ഒരു ദിവസം ഏകാന്തത്തിൽ രാമദേവനോട് തൊഴുതുകൊണ്ട് ചോദിക്കുകയാണ്, മുക്തിമാർഗത്തെ എനിക്ക് അരുളി ചെയ്തു തരേണമേ എന്ന്. ഇവിടെ ശാന്തമായ സമാധാനമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നത്. അപ്പം മുക്തിമാർഗത്തെ കുറിച്ച് അറിയാൻ അധികം താല്പര്യമുള്ളതായ ലക്ഷ്മണൻ ചോദിക്കുമ്പോൾ ഭഗവാൻ, കാരണം ആഗ്രഹിക്കുന്നവർക്ക് തത്വോപദേശത്തെ നൽകേണ്ടത് ആർക്കെങ്കിലും അല്ല, അതിന് ആരാണോ അധികാരി. നമ്മള് മാതാജി പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഇരിക്കുന്നതാണ്, എല്ലാ ശ്രദ്ധാഭക്തി സമന്വിതം ഇരിക്കുന്നവർക്കേ ജ്ഞാനത്തെ ഉപദേശിക്കാവൂ. ഇവിടെ ലക്ഷ്മണൻ അതിന് പാത്രമായതുകൊണ്ട് രാമൻ അത് ഉപദേശിച്ചു കൊടുക്കുകയാണ്. കേട്ടാലുമെങ്കിലും അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നിടും വികൽപ്പ ഭ്രമമെല്ലാം. ഈ ഭ്രമമെല്ലാം മാറി ഞാനെന്നും എന്റേതെന്നും ഈ പ്രപഞ്ചമെന്നും ഈശ്വരനെന്നും ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഒക്കെയുള്ള ആ വികല്പങ്ങള് ദ്വൈതങ്ങളൊക്കെ മാറി നമുക്ക് യഥാർത്ഥ ജ്ഞാനത്തെ തരുന്നതായ ഉപദേശത്തെ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. ജ്ഞാനവും വിജ്ഞാനവുമുണ്ട്. ഈശ്വരനെ കുറിച്ചുള്ള ആ പരമാത്മ ചൈതന്യത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ് ജ്ഞാനം. മായാസ്വരൂപമാണ് ഈ ലോകം ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ കൽപ്പിക്കുന്നത്. മായയുടെ സ്വഭാവം എന്താണ്? മായ കായസംബന്ധമാകും സംസാരം സംഭവിക്കുന്നതിന് കാരണം. ഈ ശരീരമാണ് ഞാന്, ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളെ കണ്ടിട്ട് ഇതൊക്കെയാണ് ലോകം അല്ല ജഗത്ത് എന്ന് സങ്കല്പിക്കുന്നതാണ് മായ. മായ തന്നെ 2 വിധമുണ്ട്, വിക്ഷേപവും ആവരണവും. വിക്ഷേപമെന്ന് ഉണ്ടല്ലോ, പിന്നെ വിക്ഷേപ ആവരണങ്ങളെന്നു 2 രൂപം മായയ്ക്കെന്നറിയേ നീ. അപ്പം ആത്മാവല്ലാത്ത ഈ ദേഹത്തെ ആത്മാവെന്ന് സങ്കല്പിക്കുന്നതാണ് മായ. മായ തന്നെ 2 വിധമുണ്ട്, വിക്ഷേപവും ആവരണവും. വിക്ഷേപം എന്ന് പറഞ്ഞാല് സത്യമല്ലാത്തതിനെ സത്യമെന്ന് തോന്നിക്കുന്നു. നമ്മൾ ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് ഇതൊക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ദേഹമാണ് നമ്മൾ. ഞാൻ എന്നാൽ ആരാണ്? ഞാൻ എന്നാൽ ഈ ദേഹമാണ്, ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ് എന്നൊക്കെയുള്ള ഒരു സങ്കല്പം. ഇതാണ് വിക്ഷേപം. ഇനി ആവരണം എന്ന് പറഞ്ഞാലോ, സത്യത്തെ മറയ്ക്കുക. ശരിക്കും നമ്മൾ ജീവാത്മാവാണ്, ആ പരമാത്മ ചൈതന്യത്തിന്റെ സ്വരൂപം തന്നെയാണ് നമ്മളെന്നുള്ള ആ അറിവിനെ മായിക്കുന്ന മായയാണ് ആവരണം. ഇത് രണ്ടുമാണ് നമ്മളെ ഈ സംസാരത്തിലിട്ട് കറക്കുന്നത്, മായ. പിന്നെ അങ്ങോട്ട് ജ്ഞാനസ്വരൂപിണിയാകും വിദ്യയും അവിദ്യയും. ജ്ഞാനസ്വരൂപിണിയായത് വിദ്യ, അജ്ഞാനത്തെ ഉണ്ടാക്കി നമുക്ക് ഞാനെന്നുള്ള ആ ഭാവത്തെ, അഹങ്കാരത്തെ അഹം എന്ന ഭാവത്തെ ഉണ്ടാക്കുന്നത് മായ കൊണ്ട് വിജ്ഞാനം. അതെങ്ങനെയാണ് തോന്നുന്നത്? രഞ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ ചെറിയ മങ്ങിയ പ്രകാശത്ത് ഒരു കയറ് വളഞ്ഞു കിടക്കുന്നത് കണ്ടാല് നമുക്ക് തോന്നും അത് പാമ്പാണെന്ന്. എന്ന് പറഞ്ഞതുപോലാണ് അല്പജ്ഞാനം കൊണ്ട് നമുക്ക് ഈ ദേഹമാണ് ഞാനെന്ന് സങ്കല്പിച്ച് കളയും. അങ്ങനെ ഒരു വിഭ്രമം നമ്മളിൽ ഉണ്ടാക്കി തീർക്കും, മനസ്സിലുണ്ടാക്കി തീർക്കും. ജന്മസംസാര വൃക്ഷ മൂലമായത് ദേഹം. ജന്മസംസാരത്തിന് കാരണമായിട്ടുള്ളതാണ്. ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്ത് ആ ആത്മാവിന് ഇരിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ, അതാണ് നമ്മുടെ ദേഹം. അത് മാത്രമാണ് ദേഹം. ആ ദേഹം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതുപോലെ പഞ്ചതന്മാത്രകള്
തന്മാത്രകള്, ഇന്ദ്രിയങ്ങള്, ഇവയുടെയൊക്കെ ഒരു സംഘാതമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അതിലുള്ള ആ ജീവാത്മാവ് തന്നെയാണ് ആ പരബ്രഹ്മ സ്വരൂപം. ഇങ്ങനെയുള്ള ആ വലിയ നിത്യാനിത്യ വസ്തുക്കളെ കുറിച്ചുള്ള ശങ്കരാചാര്യ സ്വാമികള് അത് ഒരു പുസ്തകമായിട്ട്, തത്വബോധം എന്നുള്ള ഒരു പുസ്തകമായിട്ട് തന്നെ ഒരു പ്രകരണ ഗ്രന്ഥമുണ്ട്. അതിനകത്തില് നമ്മൾ ദിഗ്വിജയത്തിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വിക്ഷേപവും ആവരണവും ഒക്കെ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമബുദ്ധി ഉണ്ടാവണം. എന്തൊക്കെ മാറണം? മാനം, ഡംബ്, ഹിംസ, വക്രത്വം, കാമം, ക്രോധം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വെടിഞ്ഞ് നമ്മൾക്ക് സമബുദ്ധി ഉണ്ടാവുകയാണെങ്കിൽ ഭക്തി വരും. ഭക്തി കൈകൊണ്ട് ഗുരുസേവ ചെയ്താൽ, ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കാതിരിക്കുമ്പോൾ ജനന മരണ ചക്രങ്ങളാകുന്ന ആ അഹങ്കാരത്തിൽ, ആ ചക്രത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ശക്തി ഒന്നിലും കൂടാതെ ഇഷ്ടമെന്നും അനിഷ്ടമെന്നുമുള്ള ഭാവമൊക്കെ കളഞ്ഞ് എല്ലാം തുല്യമായി കാണുന്നതിനുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്ന് വേദാന്ത വാക്യാർത്ഥങ്ങളെ അവലോകനം ചെയ്ത് വൈദിക കർമ്മങ്ങൾ ചെയ്ത് ജ്ഞാനം അകതാരിൽ ഉറച്ചു കഴിഞ്ഞാൽ ആത്മാവാകുന്നത് എന്താണെന്ന് മനസ്സിലാവും. അപ്പം പ്രാണന് ദേഹം, ബുദ്ധി, അഹങ്കാരം, മാനസം ഇതൊന്നുമല്ല, അതിനൊക്കെ മേലെയാണ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യ സ്വരൂപം, ആത്മബോധം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അത് തന്നെയാണ് ജ്ഞാനം. ഏകനും അദ്വൈനും പരനും അവ്യയനും ജഗന്മയനും യോഗേശനുമായ അഖിലാധാരനായ നിരാധരനായ നിത്യസത്യജ്ഞാനാദി ലക്ഷണനായ ബ്രഹ്മാത്മകനായ ആ ഭഗവാൻ തന്നെയാണ് ഞാനെന്നുള്ള ബോധം അപ്പം നമുക്ക് ഉറയ്ക്കും. അത് തന്നെയാണ് മുക്തിക്ക് കാരണമായി തീരുന്നത്. ഇനിയും ഇത് എങ്ങനെയാണ് നമുക്ക് കൈവരിക്കാനാവുന്നത് എന്ന് പറയുകയാണ്. അവിടെ ഭാഗവതത്തിൽ നവധാഭക്തിയെ കുറിച്ച് പ്രഹ്ലാദൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പൂജനം, വന്ദനം, ഭാവനം, ദാസ്യം, നല്ല ഭോജനം, അഗ്നിവിപ്രാണം കൊടുക്കുക, പിന്നെ തൽകഥാ പാഠ ശ്രവണങ്ങൾ ചെയ്യുകയും, അത് തന്നെയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും, സന്തതമിത്തമെങ്കിൽ വർത്തിക്കാം ജനങ്ങൾക്കൊരന്തരം വരാതെ, സത്സംഗം കൊണ്ട് മാത്രമേ ഭക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവൂ എന്നാണ് ഇവിടെ ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ ഭക്തി ഉണ്ടായാൽ മാത്രമേ, നിരന്തരമായ ഭക്തി, ഭഗവാനോടുള്ള പ്രേമം കൊണ്ട് മാത്രമേ നമുക്ക് മുക്തി ലഭിക്കുകയുള്ളൂ എന്ന ആ പരമാത്മ തത്വത്തെയാണ് ഇവിടെ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ ലക്ഷ്മണോപദേശമൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് പഞ്ചവടിയിലെ ഒരു രാക്ഷസി യാമിനീചാരി അങ്ങനെ വരികയാണ്. അങ്ങനെ കാമിനിയായ അവൾ നോക്കുമ്പോഴത്തേക്ക് പങ്കജം, ധ്വജം, കാലീശം ഇവയൊക്കെ ഭൂമിയിലെ മണ്ണിൽ പതിഞ്ഞു കിടക്കുന്നത് കണ്ടു. അത്രയും മനോഹരമായ പാദങ്ങൾ ആരുടെയാണ്? ഈ പാദങ്ങളുടെ അടയാളങ്ങൾ പോലും ഇത്രയും മനോഹരമാകുമെങ്കിൽ ആ വന്നിരിക്കുന്ന കോമള സ്വരൂപൻ ആരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രാക്ഷസി ഇങ്ങനെ നടന്നു നോക്കുകയാണ്. നടന്നു നോക്കുമ്പോ പാദസൗന്ദര്യം കൊണ്ട് മോഹിതയാകയാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമം അവൾ പൂക്കും. അങ്ങനെ രാമന്റെ ആശ്രമത്തിലേക്ക് അവൾ ചെന്നപ്പോ സീതാസഹിതനായ ശ്രീരാമചന്ദ്രനെ, ആ കോമള സ്വരൂപനെയാണ് ആ രാക്ഷസി അവിടെ കാണുന്നത്. അപ്പൊ ചോദിക്കുന്നു, ആരടോ ഭവാൻ, ചൊല്ലി എന്തിനാണ് ഇങ്ങനെ താമസവേഷം പൂണ്ടി ഈ വനത്തിൽ, അതും ദണ്ഡകാരണ്യമാണ്, ഘോര വനമാ, എന്തിനാണ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ആദ്യം എന്റെ കാര്യം പറയാം. ഞാൻ രാവണന്റെ സഹോദരിയാണ്. ഖരദൂഷണ തൃശിരാവാകുന്ന സഹോദരന്മാരോടൊപ്പം ഞാൻ ഇപ്പൊ ഈ വനത്തിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നു. എന്റെ ആഗ്രഹം ഞാൻ പറയാം. അപ്പൊ നീ ആരാണെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, ഞാൻ ദശരഥ മഹാരാജ, ഇതെല്ലാം അയോധ്യാധിപതിയായ ദശരഥന്റെ പുത്രനാണ്, ഇതെന്റെ ഭാര്യ സീതയാണ്, ഇതെന്റെ സഹോദരൻ ലക്ഷ്മണനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ പറയുന്നു, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, നീ ഇതൊക്കെ വെടിഞ്ഞ് എന്നോടൊപ്പം ഈ വനത്തിൽ സുഖമായി നമുക്കൊന്നിച്ച് കഴിയാം, എന്നെ പത്നിയായി സ്വീകരിക്കുക. അപ്പം രാമൻ പറയുന്നു, എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു പത്നിയുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒരു ഭാര്യയെ കൂടെ സ്വീകരിക്കാൻ പറ്റുകയില്ല. ഒരു കാര്യം ചെയ്യാം,
എന്നേക്കാൾ മിടുക്കനാണ് എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ, അവനതാ പുറത്തിരിപ്പുണ്ട്. നേരെ അവനെ സമീപിക്കാൻ പറയുന്നു. അവിടെ ചെല്ലുമ്പോൾ ലക്ഷ്മണൻ പറയുന്നു, ഞാന് രാമന്റെ ദാസൻ മാത്രമാണ്, അതുകൊണ്ട് എന്നെ വിവാഹം കഴിച്ചാൽ എന്നോടുകൂടി ചേർന്ന നീ ദാസിയായി പോകും. രാവണന്റെ സഹോദരി ഒരിക്കലും ദാസിയാവാൻ യോഗ്യത കുറഞ്ഞവളല്ലല്ലോ. അതുകൊണ്ട് നിനക്ക് യോഗ്യൻ എന്തായാലും രാമൻ തന്നെയാ, ഒന്നുകൂടെ ചെന്ന് പറയാൻ പറയും. അങ്ങനെ രാമന്റെ അടുത്ത് വീണ്ടും പറയുന്നു. അപ്പൊ പറയുന്നു, ഇവിടെ ഒരു പത്നിയുണ്ട്, അപ്പൊ ഒരാളെ കൂടെ വിവാഹം കഴിച്ചാല് 2 പത്നിമാരാകെ കഴിയുമ്പോ അതാ 2 കൂട്ടർക്കും വിഷമം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഏകപത്നി വ്രതക്കാരനുമാണ്, അതുകൊണ്ട് നീ തീർച്ചയായിട്ടും ലക്ഷ്മണനോട് ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പം ശരിക്കും ശൂർപ്പണയ്ക്ക് മനസ്സിലായി ഇവരെന്നെ കളിപ്പിക്കുകയാണെന്ന്. അപ്പൊ കോപത്തോടുകൂടി ലക്ഷ്മണന്റെ അടുത്തേക്ക്, കാരണം സീതയാണ് ഇതിനെല്ലാം കാരണം. സീത ഉള്ളത് കൊണ്ടാണല്ലോ രാമൻ ശൂർപ്പണഖയെ സ്വീകരിക്കില്ല എന്ന് പറയുന്നത്. ഒരു പത്നിയുണ്ട്, സപത്നി ദുഃഖമുണ്ടാകും എന്നൊക്കെ പറഞ്ഞാണല്ലോ. അപ്പൊ ഇവളില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് അവളെ തന്നെ പിടിക്കിച്ചു കൊല്ലാം എന്ന് വിചാരിച്ച് ശൂർപ്പണഖ സീതയുടെ നേർക്ക് തിരിയുന്നത് കണ്ടപ്പം രാമന്റെ നിർദ്ദേശമനുസരിച്ച്, ആംഗ്യം കാണിച്ചതനുസരിച്ച് ലക്ഷ്മണൻ തന്റെ വാളെടുത്ത് ശൂർപ്പണഖയുടെ മൂക്കും മുലയും മുറിച്ചു കളയുന്നു. അങ്ങനെ വിരൂപിയായി തീർന്ന അവൾ വിഷമത്തോടെ, തന്റെ ആഗ്രഹം നടന്നുമില്ല. ഇവിടെ കാമനകളാണ് എല്ലാ ദുഃഖത്തിനും കാരണമെന്ന അവൾക്കൊരു ആഗ്രഹം ഉണ്ടായി, ആഗ്രഹം നടക്കാത്തതുകൊണ്ട് അവൾക്ക് കോപമുണ്ടായി, കോപത്തിൽ നിന്ന് ഈ കണ്ടതൊക്കെ നടന്നു. അപ്പം അവള് വളരെയധികം കോപത്തോടെ സങ്കടത്തോടെ അവിടെ നിന്ന് പെട്ടെന്ന് ചോര ഒലിപ്പിച്ചുകൊണ്ട് ആ ഭീകര രൂപം, നേരത്തെ രാമസവിധത്തിലേക്ക് വന്നത് അങ്കനാരത്നമായിട്ട് സുന്ദരി രൂപമായിട്ടാണെങ്കിൽ ഈ മൂക്കും മുലയും മുറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ സ്വരൂപം അങ്ങ് മാറി ഭീകര രാക്ഷസിയായിട്ട് അവള് വീണ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഖരന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഖരൻ ചോദിക്കുകയാണ്, ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് ആരാണ് ഇവിടെ ഉള്ളത് എന്ന്. കാരണം തന്റെ സഹോദരിയെ ഇങ്ങനെ വിരൂപപ്പെടുത്തി വിട്ടാൽ അവൻ മരിക്കുമെന്നുള്ളത് ഉറപ്പാണെന്നുള്ളതാണ് അതിൽ നിന്ന് ഖരന്റെ ആ വാചകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ ശൂർപ്പണഖ പറയുന്നു, 2 കുമാരന്മാരിങ്ങനെ വന്നിരിപ്പുണ്ട്, അവരാണ് എന്നെ ഇങ്ങനെ ആക്കി വിട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഖരൻ അപ്പം പറയും, ശൂർപ്പണഖ അപ്പം പറയുന്നുണ്ട്, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ ഇനിയും, ആ കുമാരന്മാരെ നിങ്ങൾ വധിച്ച് അവരുടെ പച്ച മാംസം എനിക്ക് കഴിക്കണം, അവരുടെ രക്തം എനിക്ക് കുടിക്കണം. അപ്പം സഹോദരിയുടെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടി ഖരൻ 14 ഉഗ്ര രാക്ഷസന്മാരെയാണ് രാമലക്ഷ്മണന്മാരെ വധിക്കാൻ വേണ്ടി വിടുന്നത്. അവര് വരുന്നത് ദൂരത്ത് നിന്ന് തന്നെ കണ്ട രാമൻ പറയുന്നു, സീതയെ നോക്കിക്കോളൂ, ഞാൻ ഇവരെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. നിമിഷം 3.25 നാഴിക പോലും എടുത്തില്ല. അരക്ഷണം കൊണ്ട് ശ്രീരാമൻ ഒറ്റയ്ക്ക് അവരെ 14 പേരെയും വധിച്ചു. അപ്പം ഇവർക്ക് വഴി കാട്ടാനായി 14 രാക്ഷസർക്ക് വഴി കാട്ടാനായി ശൂർപ്പണഖയും ഇവരോടൊപ്പം വന്നിരുന്നു ഖരന്റെ നിർദ്ദേശം അനുസരിച്ച്. അപ്പൊ ഇവര് മരിച്ചു എന്നുള്ള വിവരം അവിടെ ചെന്ന്, നാണമില്ല, നിങ്ങൾ ഇങ്ങനെ സഹോദരന്മാരായിട്ടാണ് ഇരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു, അവര് ഖരനും ദൂഷണനും തൃശിരാവും 14,000 പടയോടുകൂടി രാമലക്ഷ്മണന്മാരെ വധിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ഒരു വലിയ വൻപട വരുന്നത് കണ്ടപ്പോഴേ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, സീതാദേവിയെ സുരക്ഷിതയായി ഏതെങ്കിലും ഗുഹയിൽ ഒളിപ്പിച്ചുകൊള്ളൂ, എന്നിട്ട് നീ അതിന് കാവലും നിൽക്കൂ, ഇവരെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അതിഭീകരമായ ഒരു ഘോര യുദ്ധമാണ് നമ്മളിപ്പോ കണ്ടത്. അങ്ങനെ അതിഭയങ്കരമായ ആ യുദ്ധത്തിനൊടുവില് ദൂഷണനെ പരിഘം കൊണ്ട് അടിച്ചു കൊല്ലുകയാണ് ശ്രീരാമൻ. ആദ്യം 14,000 പടകളെ ആദ്യമേ രാമൻ ഒറ്റയ്ക്ക് കൊല്ലുന്നു, അതിനുശേഷം ദൂഷണനെ കൊല്ലുന്നു, അതിനുശേഷം തൃശിരാവിനെ ഒരു അർദ്ധചന്ദ്രാകൃതിയിലുള്ള അമ്പുകൊണ്ട് കൊല്ലുന്നു, അത് കഴിഞ്ഞ് ഖരനെയും വധിക്കുന്നു. അപ്പൊ അത് ഇന്ദ്രാസ്ത്രം എഴുതുകൊണ്ടാണ് ഖരനെ വധിക്കുന്നത്. അപ്പൊ അവിടെ ആ യുദ്ധഭീകരത പറയുന്നുണ്ട്. ഒരസ്ത്രം, ഏതസ്ത്രം ഇങ്ങോട്ട് വിടുന്നു അതിനെ നിർവീര്യമാക്കാനുള്ള അസ്ത്രം അങ്ങോട്ട് വിടുന്നു. ഇപ്പം നമ്മള് ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധം പോലെ, അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നെന്ന് പറഞ്ഞ പോലെ ഒരു അസ്ത്രം അങ്ങോട്ട് വിടുന്നു, പ്രത്യസ്ത്രം ഇങ്ങോട്ട് വിടുന്നു.
അങ്ങനെ വളരെ ഭീകരമായ ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ആ യുദ്ധത്തിനൊടുവിൽ അവരെ 3 പേരെയും ശ്രീരാമചന്ദ്രപ്രഭു വധിക്കുന്നു. ആ വധം കഴിഞ്ഞപ്പോ തന്നെ അവരെല്ലാം സ്വസ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുന്നു. കാരണം ഇവര് മുജ്ജന്മത്തിൽ മഹാദേവനെ വളരെ കാലം തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. എന്താണ് അവരുടെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഭഗവാന്റെ കൈകൊണ്ട് ഞങ്ങൾക്ക് മരിക്കണം. കാരണം ഈ ജനന മരണ സംസാരമാകുന്ന ചക്രത്തിൽ കിടന്നുഴലാൻ ഇനി ഞങ്ങൾക്ക് വയ്യ. ഭഗവാന്റെ കൈകൊണ്ട് വധിച്ചു കഴിഞ്ഞാൽ സായുജ്യമുക്തിയെ ലഭിക്കും. അപ്പം പിന്നെ ജനിക്കുകയും വേണ്ട, മരിക്കുകയും വേണ്ട. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. അന്ന് മഹാദേവൻ അവർക്ക് വരം കൊടുത്തു, ത്രേതായുഗത്തിൽ നിങ്ങള് രാക്ഷസരായി പിറക്കുക. ആ കാലത്ത് അതുപോലെ ശ്രീരാമദേവൻ അവിടെ വന്ന് നിങ്ങളെ വധിച്ച് നിങ്ങൾക്ക് സായുജ്യമുക്തിയെ നൽകുമെന്ന്. അങ്ങനെ ആ സായുജ്യമുക്തിയെ ലഭിച്ച ആ ഖരദൂഷണ ത്രിശിരാക്കൾ ഭഗവാനെ സ്തുതിച്ചു നമസ്കരിക്കുന്നു. അപ്പം ഈ വിവരമൊക്കെ എല്ലാം സമാധാനമായി. സീതാദേവി ഗുഹയിൽ നിന്ന് ഇറങ്ങി വന്നു. ശരിക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ദേഹത്തും വളരെയധികം മുറിവുകളുണ്ട്, ചോര പൊടിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. സീതാദേവി അത് കണ്ട് തന്റെ കോമള കരങ്ങൾ കൊണ്ട് ശ്രീരാമദേവനെ, ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിനെ തലോടിയപ്പോഴേക്കും ആ മുറിവുകളെല്ലാം കരിഞ്ഞു ഭേദമായി ഭഗവാന്റെ പഴയ രൂപത്തിൽ തന്നെ എത്തിച്ചേരുന്നു. അത് കഴിഞ്ഞ് ശ്രീരാമൻ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറയുന്നു, ഈ 14,000 പടയോടുകൂടി ഹരദൂഷണ ത്രിശിരാക്കളെ വധിച്ച കാര്യം താപസന്മാരോട് സത്യം ചെയ്തിട്ടാണല്ലോ ഭഗവാൻ അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് തന്നെ പോയത്. അപ്പൊ അവിടെ ചെന്ന് പറയാൻ പറയുന്നു. അങ്ങനെ ലക്ഷ്മണൻ താപസന്മാരോട് ഈ വിവരം ചെന്ന് പറയുമ്പോൾ അവര് കൊടുക്കുന്നത് അങ്കുലീയവും ചൂടാരത്നവും കവചവും ഒക്കെ ലക്ഷ്മണന്റെ കയ്യിൽ കൊടുത്തു വിടുന്നു ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഏൽപ്പിക്കാന്. അപ്പൊ അതുമായിട്ട് ലക്ഷ്മണൻ തിരിച്ചു വന്ന് മുനിമാരുടെ ആ പാരിതോഷികം ഭഗവാനെ ഏൽപ്പിക്കുന്നു. അതിലെ അങ്കുലീയം ശ്രീരാമൻ എടുക്കുന്നു, ചൂടാരത്നം സീതാദേവിക്ക് കൊടുക്കുന്നു, കവചം ലക്ഷ്മണനും കൊടുക്കുന്നു. അങ്ങനെ 3 പേരും അവയൊക്കെ ധരിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഭാഗത്തോടുകൂടി ഖരവധത്തോടുകൂടി നമ്മൾ ഇന്ന് പാരായണം ഭഗവാന്റെ പാദമലരികളിൽ സമർപ്പിച്ചു. ജാനകീ ജീവന സ്മരണം ജയ ജയ രാമ രാമ. വളരെ സന്തോഷം ചേട്ടത്തി. നമുക്ക് പിന്നെ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. പ്രശ്നോത്തരിയിലേക്ക് എല്ലാവരും തയ്യാറല്ലേ? ഒക്കെ അല്ലേ എല്ലാരും? അഭിലാഷിയെ കാണുന്നില്ലല്ലോ. ഇന്നലെയും കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ടില്ലണ്ട്. അതെ, മന്ദന്റെ ആയതുകൊണ്ട് ഇച്ചിരി ജോലി ഉണ്ട്. ജയശങ്കര. നമുക്ക് തുടങ്ങാം. എല്ലാരും ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെ. അങ്ങനെ ആരണ്യകാന്ഡത്തിൽ കുമാരന്മാർ ആദ്യമായി കാണുന്ന പക്ഷി ശ്രേഷ്ഠൻ ആരാണ്? ഒരു മലയുടെ മുകളിൽ ഒരു കഴുകനെ കണ്ടായിരുന്നു. ആ കഴുകന്റെ പേര് ജടായു. ഹന്തവ്യനല്ല ഞാൻ എന്ന് ആ ജടായു രാമനോട് പറയാൻ എന്താണ് കാരണം? വയസ്സനാണ്, അച്ഛന്റെ കൂട്ടുകാരനാണ്. പിതാവായ ദശരഥന്റെ സുഹൃത്താണ്, ഭഗവാന്റെ ഭക്തനുമാണ്, രാമഭക്തനുമാണ്. അഗസ്ത്യ നിർദ്ദേശം അനുസരിച്ച് പർണശാല തീർത്തത് എവിടെയായിരുന്നു? പഞ്ചവടിയിൽ വെച്ച് ലക്ഷ്മണൻ ശ്രീരാമനോട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? മാർഗത്തെ ഉപദേശിച്ചു തരണമെന്ന്. മായ എന്താണെന്നാണ് ഭഗവാൻ ലക്ഷ്മണനോട് പറയുന്നത്? മായ എന്ന് പറയുന്നത് എന്താണ്? അതെ, നിത്യമല്ലാത്തതിനെ നിത്യമെന്ന് തോന്നിക്കുന്നതാണ് മായ. മായ എത്ര വിധമുണ്ടെന്നാണ് പറയുന്നത്?
രണ്ട് ആ രണ്ട് ഏതൊക്കെയാണ്? വിക്ഷേപവും ആവരണം. വിക്ഷേപവും അതെ അതെ, അതായത് വിക്ഷേപം എന്താണ്? ഒരു ഉദാഹരണം പറയാമോ? വിക്ഷേപത്തിനൊരു ഉദാഹരണം രാമായണത്തിൽ പറയുന്നുണ്ട്. വിക്ഷേപം യാഥാർത്ഥ്യമല്ലാത്തത് ആ അതിനൊരു ഉദാഹരണം രാമായണത്തിൽ നമ്മൾ ഇന്ന് പാരായണം ചെയ്ത ഭാഗത്തുണ്ട്. വിക്ഷേപത്തിനൊരു കയറിൽ പാമ്പ് പാമ്പിനെ കാണുന്നു. കയറിൽ പാമ്പിനെ കാണുന്നു. ഭക്തിജ്ഞാനങ്ങൾ ഉണ്ടാവാൻ എന്ത് ചെയ്യണമെന്നാണ് ഭഗവാൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നത്? ഗുരുസേവയും ഭക്തിയും കൊണ്ട് ഗുരുസേവയും ചെയ്ത് ഗുരുസേവ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്ത് മാനവുണ്ടംഭം ഹിംസ വക്രത്വം കാമക്രോധം ഇതൊക്കെ വെടിഞ്ഞ് നമ്മൾ നടത്തുന്ന പോലെ സത്സംഗത്തിൽ കൂടി മാത്രമേ ഭക്തിജ്ഞാനങ്ങളെ അർച്ചനം വന്നേ കൊണ്ട് മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ. പഞ്ചവടിയിലെത്തുന്ന രാക്ഷസി ആരാണ്? ശൂർപ്പണഖയുടെ ആവശ്യം എന്തായിരുന്നു രാമനോട്? അതെ, ശൂർപ്പണഖയെ വിരൂപയാക്കിയത് ആരാണ്? ലക്ഷ്മണൻ. തന്റെ സഹോദരന്മാർ ആരൊക്കെയാണെന്നാണ് രാമനോട് ശൂർപ്പണഖ പറയുന്നത്? രാവണൻ, ഖരൻ, ദൂഷണൻ, ഖരനോട് തന്റെ മൂക്കും മുലയും മുറിച്ചു കഴിഞ്ഞ് രക്തമൊലിപ്പിച്ചുകൊണ്ട് ഖരന്റെ കൊട്ടാരത്തിലെത്തുന്ന ശൂർപ്പണഖ എന്ത് ആണ് ആവശ്യപ്പെടുന്നത് ഖരനോട്? അവരെ വധിച്ച് അവരുടെ മാംസവും രക്തവും എനിക്ക് കൊണ്ടുതരണമെന്ന്. അപ്പൊ തന്നെ ഹരൻ എത്ര പേരെയാണ് രാമനിഗ്രഹത്തിനായിട്ട് അയക്കുന്നത്? വളരെ ജ്യോതിഷി ഉത്തരം വളരെ കറക്റ്റ് ആയിട്ട് ആദ്യം പറഞ്ഞു. പിന്നീട് ഈ 14 പേരെ രാമൻ ഒറ്റയ്ക്ക് നിന്ന് വധിച്ചു എന്നുള്ള വിവരം ഖരനോട് ചെന്ന് പറയുമ്പോ ആരൊക്കെയാണ് വരുന്നത്? 14,000 പടയോടുകൂടി അത് തന്നെ. ഈ പട വരുന്നത് കണ്ട ശ്രീരാമചന്ദ്ര പ്രഭു ലക്ഷ്മണനോട് എന്താണ് പറഞ്ഞത്? അഭിലാഷ് ജി വളരെ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. പിന്നെ ശ്രീരാമൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞോ എന്നുള്ള ഒരു സംശയമുള്ളൂ. ഇംഗ്ലീഷൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നോ? ത്രിശിരസിനെ വധിച്ചതാ ഏത് ആയുധം കൊണ്ടാണ് ത്രിശിരസിനെ വധിച്ചത്? അർദ്ധചന്ദ്രാകൃതിയിലുള്ള അമ്പ് കൊണ്ട്. ദൂഷണനെ വധിച്ചത് ഏത് ആയുധം കൊണ്ടാണ്? പരിഖം. അടുത്തത് ഖരനെ വധിച്ചത് ഖരനെ പരിഖമല്ലേ? അല്ല, ഖരനെ വധിച്ചത് ഇന്ദ്ര. അതെ അതെ, ശരിയാണ് ഉത്തരം. ഇന്ദ്രദൈവതാസ്ത്രം ഉപയോഗിച്ച്. ജ്ഞാനോപദേശം നൽകിയാലും എന്ന് ഖരദൂഷണ ത്രിശിരാക്കൾ രാമനോട് അവസാന സമയത്ത് അപേക്ഷിക്കുന്നുണ്ട്. ആ ഭാഗം നോക്കിയിട്ട് രാമൻ അവരോട് എന്താണ് ഉപദേശിച്ചു കൊടുക്കുന്നത്? കൈവല്യം വന്നുകൂടും. നമ്മളത് എല്ലാരും വായിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമേ വായിച്ചു നോക്കണം. വായിച്ച് നമുക്ക് കോപ്പി അടിക്കുന്നുണ്ടല്ലേ?
അവിലാച്ചി നേരത്തെ വായിച്ചു വെച്ച് ഞങ്ങളിപ്പോ വായിച്ചു. അല്ലല്ല അല്ല അതൊരു ഒരിക്കലുമല്ല, കാര്യമുണ്ട്. ഞാൻ ഇന്നത് കേട്ടിട്ടാ പറഞ്ഞത്. വെറുതെ പറഞ്ഞെ. ഈ പ്രൊമോഷൻ ടെസ്റ്റുകളെ ഓഫീസില് ഗവൺമെന്റ് ഓഫീസുകളിലെ പ്രൊമോഷൻ നോക്കി ടെസ്റ്റിന് എഴുതാ ഇന്റേണൽ ആ ടെസ്റ്റ് മെമ്മറി നോക്കി എഴുതാൻ നടത്തുമ്പം വേണ്ടില്ലേ? നോക്കി എഴുതാമെന്നൊരു ഇതുണ്ട്, റൂളുണ്ട്. അതനുസരിച്ചാ ഇപ്പൊ ഇവിടെ നോക്കി പറയാം. അതേപോലെ അങ്ങനെ മെമ്മറി ടെസ്റ്റ് പരമാത്മാവ് പരബ്രഹ്മാനന്ദ ഭാഗം പരമം 14,000 ധ്യാനിക്കുമ്പോൾ കൈവല്യം അതെ, വന്നുകൂടും. അല്ല അതെന്താണെന്നോ ഞാനത് പറഞ്ഞു നോക്കി തന്നെ പറഞ്ഞോളാൻ പറഞ്ഞത്. നമ്മളത് മനസ്സിലാക്കിയാൽ അത് ബ്രഹ്മതത്വോപദേശമാണ്. അത് നമുക്കും ഇതൊക്കെ അതെ ബാധകമാണല്ലോ. ഇതൊക്കെ നമുക്കും അതെ അറിഞ്ഞു. ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശവും കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സമയക്കുറവ് കൊണ്ട് പറയാതിരുന്നതാ. ഇന്നിപ്പോ ഇച്ചിരി കൂടെ സമയം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ആ ലക്ഷ്മണന് കൊടുക്കുന്ന പറഞ്ഞത് ഉപദേശം കേട്ടോ. പറഞ്ഞു. മറ്റേതൊക്കെ ഒരുപാടുണ്ടായിരുന്നു പറയാൻ. പക്ഷെ സമയക്കുറവ് കൊണ്ട് കാരണം അങ്ങനെ പറയാതിരുന്നതാ. കാരണം നമ്മളിത് പാരായണം ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതിലെ തത്വങ്ങൾ അറിയുക എന്നുള്ളതാ. രാമായണം എന്ന ഇതിഹാസം വേദത്തിലെ തത്വങ്ങളെ പ്രകാശിപ്പിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ഇതിഹാസമാണ്. അപ്പൊ അതിനകത്ത് ഈ ചരിത്ര കഥകളാ പറയുന്നത്. ആ ചരിത്ര കഥകൾ പറയുമ്പം നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കയ്പുള്ള മരുന്ന് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? ശർക്കരക്കകത്ത് പൊടിഞ്ഞു കൊടുക്കും. അപ്പൊ എന്ന് പറഞ്ഞതിന്റെ വിട്ടാണ് ഈ തത്വങ്ങൾ നേരിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്കിതൊന്നും മനസ്സിലാവുകയില്ല. അതിനിങ്ങനെ ഇതിനിടയ്ക്കിടയ്ക്ക് ഇതിനിടയ്ക്കിടയ്ക്ക് എന്താ ഉരുളക്കുപ്പേരി പോലെ ഓരോന്നൂടെ വെച്ച് വെച്ച് നമുക്ക് തരും. എല്ലാ ദിവസവും പാരായണം ചെയ്യുമ്പോഴും ഒരു തത്വോപദേശം കാണും. ഇന്ന് മാത്രം നമുക്ക് ഇത്രയും വിശദമായിട്ട് സംസാരിക്കാൻ സമയം കിട്ടിയത്. അതുകൊണ്ടാണ് അത് അത്രയും പറയാനും പറ്റിയത്. അല്ലെ വിക്ഷേപവും ആവരണവും ഒന്നും പറയുകയില്ല. നിത്യാനിത്യ ബോധം, അതുപോലെ സമാധി, ഷഡ്ക സമ്പത്തി, ഇതൊക്കെ നമ്മുടെ മാതാജി ജ്ഞാനാപനിഷ്ഠ ദിഗ്വിജയത്തിൽ എടുക്കുന്ന ക്ലാസ്സുകളാ. ശരിക്കും ഇന്ന് അതൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ലക്ഷ്മണന് വേണ്ടി രാമൻ ലക്ഷ്മണോപദേശത്തിൽ പറയുന്നതെല്ലാം അത് തന്നെ. ഇനി 14,000 രാക്ഷസന്മാരെ ഹരദൂഷണ ത്രിശിരാക്കളോടൊപ്പം വധിച്ചു എന്ന് താപസന്മാരെ അറിയിക്കുന്നത്, രാമന്റെ നിർദ്ദേശപ്രകാരം അറിയിക്കുന്നത് ആരാണ്? ലക്ഷ്മണൻ. ഇതറിഞ്ഞ സന്തുഷ്ടരായ താപസികള് പാരിതോഷികമായിട്ട് എന്താണ് നൽകുന്നത്? വളരെ ശരിയാണ്, വളരെ ശരിയാണ്. ഇത് അവിടെ രാമന്റെ പക്കലേൽപ്പിക്കുമ്പം രാമൻ ഇത് ആർക്കൊക്കെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? കവചം ലക്ഷ്മണന് കൊടുക്കും. അതെ, ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇതൊക്കെ ഇനിയും കൈമാറ്റം ചെയ്യപ്പെടും. രാമന് കൊടുത്ത അങ്കുലീയം പിന്നൊരിക്കൽ നമുക്ക് കാണാം. ചൂടാരത്നവും ഇനിയൊരിക്കല് പോകെ പോകെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഭാഗം സമാപിച്ചു. ഇന്നത്തെ ഭാഗം പിന്നെ വേറെ രീതിയിൽ അല്ല. ഇന്നത്തെ ഭാഗം എനിക്കും വളരെ ഇൻട്രസ്റ്റ്. എന്താന്ന് വെച്ചാല് ഞാൻ ഈ പഞ്ചവടി, പിന്നെ സീതാകുണ്ട്, പിന്നെ ആഞ്ചേരി അവിടെയൊക്കെ പോയിട്ടുള്ളതാ. ത്രംബക്ക് ഇവിടെയൊക്കെ ഞാൻ നടന്ന് യാത്ര ചെയ്തതാ. അതായത് ഭഗവാൻ കുളിച്ച വെള്ളം അതൊക്കെ നമ്മള് ദൃക്സാക്ഷിയിൽ കണ്ടതാ. പക്ഷെ അവിടെ അത്രയൊന്നും ഈ പഞ്ചവടി നമ്മുടെ രാമായണത്തിൽ പറയുന്ന പോലെ തന്നെ മനോഹരമാണോ? അത് തന്നെ ഭയങ്കര കാടാണ്. ബോംബെ എന്നൊരു 2.5 മണിക്കൂർ യാത്രയാണ്. ബോംബെ എയർപോർട്ടിൽ നിന്ന് 2.5 hours. അതിനകത്ത് 1.5 മണിക്കൂറോളം നമ്മൾ കാട് കവർ ചെയ്താ പോകുന്നത്. പിന്നെ അവിടെ ഇപ്പോഴും ഈ മൃഗങ്ങളുടെ ശല്യമുണ്ട്, മനുഷ്യരെ ശല്യം ചെയ്യുന്നില്ല. ഈ മലകളുടെ താഴെയൊക്കെ ഈ ത്രംബക്ക് ആഞ്ചേരിയുടെ താഴെയൊക്കെ ഈ പുള്ളിപ്പുലി വരാറുണ്ട്. അത് വന്ന് ഈ പശുവിനെയും പട്ടികളെയൊക്കെ കടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. മാനുകളുണ്ട്, കരടിയുണ്ട്, കാട്ടുപൂച്ചയുണ്ട്. ഇതൊക്കെ ലൈവായിട്ട് ഞാൻ കണ്ടായിരുന്നു കാട്ടിലൂടെ. ഞാൻ അതുവഴി കാട്ടിലൂടെ യാത്ര ചെയ്തിരുന്നു. പിന്നെ അവിടെ പോകുന്ന വഴിയിലല്ല എല്ലാ വീട്ടിലും എല്ലായിടത്തും എല്ലാ കമ്പനിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹനുമാന്റെ ഒരു അമ്പലം കാണും എല്ലാ കമ്പനിയുടെ ഫ്രണ്ടില്. അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ, ഈ മഹേന്ദ്രയുടെ ഒക്കെ കംപ്ലീറ്റ്. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ? തീർച്ചയായിട്ടും ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ? മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് അഗസ്ത്യന്റെ ആശ്രമം എന്ന് പറയുന്നുണ്ട്. അതെ അതെ, അവിടെ അങ്ങനെ ഒരു ആശ്രമം ഉണ്ടോ മഹാരാഷ്ട്രയിലെ നാസിക്കിലൊരു? ഉണ്ടോ? അവിടൊക്കെ ഉണ്ടല്ലോ. അവിടൊക്കെ ആണെങ്കിൽ ഈ സീസൺ ബേസ് അല്ല,
കണ്ടിന്യൂസ് റഷാ, സീസൺ ബേസ് അല്ല. അവിടെ ഒക്കെ ഈ ആഞ്ചേരിയിലൊക്കെ നമ്മൾ ഇവിടുന്ന് ഒരു മലയുടെ 6-6.5 കിലോമീറ്റർ മേളിലോട്ട് പോകണം. അവിടെ അവിടുന്ന് ഈ ഭഗവാൻ ഉണ്ടെന്ന് തോന്നി അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോ കാണുന്ന ദൃശ്യം ഒരു എവിടെ സപ്തശൃംഗിയിലോ അല്ല രാമേശ്വരം വഴി ശ്രീലങ്കയുടെ കോട്ടയിലോട്ട് പോയിട്ടുണ്ടോ ചോദിക്കുക? ഇല്ല അതൊരാഗ്രഹമാണ് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ശ്രീലങ്ക സന്ദർശനം ഉണ്ടാവും. ഒരു 2-2.5 വർഷത്തിനകത്ത് ഉറപ്പായിട്ട് ഉണ്ടാവും. അതിന്റെ പ്ലാനിങ്ങിലാണ്. സമയങ്ങളൊന്നും പഞ്ചവടിയൊക്കെ ഞങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാവോ? അതെ ആത്മായനം യാത്രയുടെ ഭാരവാഹികളുണ്ട്, ശ്രീകാന്തിയുണ്ട്, സജനാജിയുണ്ട്, ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സ്വാമി ഈ നാസിക്ക് ചെന്നുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവങ്ങളുടെ മാത്രമേ ഉള്ളൂ അവിടെ. അവിടുന്ന് സപ്തശൃംഗി, പാണ്ഡവ കേവ്സ്, ഗണപതി ടെമ്പിൾ, പിന്നെ ത്രംബക്ക്, അവിടെ ചെന്നാൽ നിങ്ങൾ അറിയാതെ നമുക്ക് ചാപ്റ്റർ ഉണ്ടോ മഹാരാഷ്ട്രയില്? മഹാരാഷ്ട്രയാണല്ലോ. അതില് ശ്രീകാന്തി ഉണ്ട് ഇവിടെ, അദ്ദേഹം ഉണ്ട് ഇവിടെ. എനിക്കൊന്ന് ക്ഷേത്രത്തിലാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ഓൺ ചെയ്യാതിരിക്കുന്നത്. ശ്രീകാന്തി ഫോട്ടോ ഒക്കെ ഇട്ടായിരുന്നല്ലോ. ഗോദാവരി പോയപ്പോ ഞാൻ ഗോദാവരി പോയിട്ടായിരുന്നു വെളിയിട്ടിരുന്നു ഒരിക്കൽ. അപ്പം ഗോദാവരി പോയിട്ട് പിന്നെ അവിടുന്ന് ബ്രഹ്മഗിരി എന്ന് പറയുന്നുണ്ട്. ഒരു 7 കിലോമീറ്റർ മലയാ. ഇതിന്റെ മേളിൽ ബ്രഹ്മഗിരി, അതായത് ശിവന്റെ കമണ്ടലു എന്ന് വരുന്ന വെള്ളത്തിൽ നിന്നാണ് ഗോദാവരി ഉണ്ടായതാ പറയുന്നത്. അവിടെ ഭയങ്കര ഫീലിംഗാ. പിന്നെ അവിടുന്ന് നെട്ടനെ 7 കിലോമീറ്റർ ഉയരാ ബ്രഹ്മഗിരി. അതിന്റെ മേളില് കയറണമെങ്കിൽ നമുക്ക് ഇച്ചിരി ആരോഗ്യവും ഇതുമൊക്കെ വേണം. ആരോഗ്യവും കഴിവൊക്കെ വയസ്സായവരൊന്നും വേണ്ട. അല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന് വയസ്സുള്ളവർക്ക് ഇത് അവിടെ ഞാൻ സപ്തശൃംഗി, അതായത് 7 മല കൂടിയിരിക്കുന്ന ഒരു ഇതുണ്ട്, ദേവി പറയുന്ന രഹസ്യം. ഈ സപ്തശൃംഗിയില് ചെന്നപ്പം എല്ലാം ഏജ്ഡ് ആയിട്ടുള്ള മറാഠികളാ. അതിന് 2 കൊച്ചുമക്കളെ തൂക്കി ഒരു സഞ്ചി ഇട്ടിട്ടാണ് ഈ മല കയറുന്നത്. നമ്മളൊന്നും നിൽക്കത്തില്ല. അന്ന് അവിടെ ചെല്ലുമ്പോ എസ്കലേറ്റർ നമുക്കൊന്നും, ഞാൻ കയറി, എന്റെ മദറിലേക്കൊക്കെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അന്നത്തെ ഫോട്ടോസ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യും. അങ്ങനെ തീർച്ചയായിട്ടും അത് തപ്പിയെടുത്ത് ഗ്രൂപ്പില് രാമായണക്കാറ്റിൽ ഒന്ന് ഷെയർ ചെയ്താൽ കുഴപ്പമുണ്ടോ ജ്യോതിഷ് ജി? എന്ത് കുഴപ്പം, ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ലേ. ഞാൻ കാണാമല്ലോ. അതല്ല, ക്രൗഞ്ചം എന്ന് പറഞ്ഞേ നമ്മളെ വാൽമീകി രാമായണത്തിലുണ്ടെന്ന്. ക്രൗഞ്ചം എന്ന ഗിരി ശൃംഗത്തിൽ അതെ 7 ഗിരികൾ ചേർന്നതാ. അതിനെ പലതാക്കി മാറ്റിയത് പരശുരാമനാ. ആ പരശുരാമൻ ക്രൗഞ്ചഗിരിയെ 7ആയി തിരിച്ചത് കൊണ്ട് സന്തുഷ്ടനായ മഹാദേവൻ പരശുരാമന് പരശു കൊടുത്തത് എന്നൊരു കഥയുണ്ട്. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? സമയം എനിക്ക് തോന്നുന്നു വാമനേട്ടന്റെ 2 ഉപദേശവും കൂടെ കേട്ടുകൊണ്ട് നമുക്ക് അതെന്നാലേ പൂർണ്ണമാകുള്ളൂ. മാധവേട്ടനോ അല്ലെങ്കിൽ വാമനേട്ടനോ ഇവരിൽ 2 പേരിലെങ്കിലും ആരുടെയെങ്കിലും ഒരു ഭാഷണം കേട്ട് നമുക്കൊന്ന് പൂർത്തിയാക്കാം. വാമനേട്ടൻ കേൾക്കുന്നുണ്ടോ? ഇല്ല. സുരേഷ് ഏട്ടാ, അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് സംസാരിച്ച ശേഷം നമുക്ക് ഇന്നത്തെ. എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ വായന കേട്ടു, കഥകൾ കേട്ടു, പിന്നെ നമ്മുടെ അഭിലാഷി ഡ്രൈവ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടു, പ്രശ്നോത്തരി കേട്ടു, ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികളുടെ ആൻസർ പറയുന്നവർക്ക് അവർക്ക് പ്രിഫറൻസ് കൊടുത്തോണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. എന്തായാലും വളരെ നല്ല രീതിയിൽ ഈ രാമായണക്കാറ്റ് ആഞ്ഞു വീശി തന്നെ കേത്രി നഗറിൽ വരെ എത്തിയിരിക്കുകയാണ്. ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. ജയശങ്കര. ജയശങ്കര. വാമനേട്ടൻ അങ്ങ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ജയശങ്കര. ഇന്നത്തെ രാമായണത്തിലെ പ്രത്യേകത സംഗീത സാന്ദ്രമല്ലെങ്കിലും ഭക്തി സാന്ദ്രമായിരുന്നു. ആ 2 അമ്മമാരുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ജയേട്ടൻ്റെയും അതുപോലെ ജോഷേട്ടൻ്റെയും അമ്മമാരുടെ അനുഗ്രഹം നമുക്ക് എന്തായി പറയണ്ടേ, എവിടെയൊക്കെ ഇരുന്ന് നമ്മുടെ മനസ്സിൽ അവർ നൽകുന്ന അവരുടെ അനുഭവത്തിലൂടെ അവരുടെ ജീവിതപാതയിലൂടെ അവരൊരുപാട് അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയവരാണ്.
അവരുടെ ആ വായന ഭക്തിശാന്തരമായിരുന്നാണ് വളരെ പ്രത്യേകം. ഇപ്പൊ ഇന്ന് പിന്നെ ഉഷപ്പോൾ പറഞ്ഞ പോലെ, ഇപ്പം അദ്ദേഹം പറഞ്ഞില്ലേ, അഭിലാഷ് പറഞ്ഞ പോലെ ഈ സ്ഥലങ്ങളെ കാണുക എന്നുള്ളത്, അതുപോലെ നമുക്ക് കേരളത്തിൽ അങ്ങാറ്റ് നമുക്ക് അഗസ്ത്യാർകൂടം ഉണ്ട്. ഇപ്പൊ ഫോറസ്റ്റിന് അഗസ്ത്യാർകൂടത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ 1.5 സെന്റേ ഉള്ളൂ. അതിൻ്റെ ഒരു 2 പ്രാവശ്യം ഇപ്പോൾ ഫോറസ്റ്റിലേക്ക് അനുവാദം വേണം. വളരെ മനോഹരമാണ് അഗസ്ത്യാർകൂടം. പിന്നെ നമ്മളെപ്പോഴും പറഞ്ഞ ഇപ്പോൾ എല്ലാവരും ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ വായിക്കുമ്പോൾ കഴിയുന്നത്ര കുറച്ച് കൂടുതൽ പേര് വായിച്ചാൽ നല്ലതായിരിക്കും. വായിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ. എല്ലാവരും രാമായണം നോക്കിക്കൊണ്ടിരുന്നുകൊണ്ടാണല്ലോ കേൾക്കേണ്ടത്, തീർച്ചയായും. അപ്പം അതുകൊണ്ട് കുറച്ച് വായിച്ച് ഓരോ പേര് വായിക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. പിന്നെ തത്വത്തെക്കുറിച്ച് എന്താ നമ്മൾ തമ്മിലൊരു ഡിസ്കഷൻ, എന്താ ഒരു സത്സംഗമാണല്ലോ ഇത്. അപ്പോൾ എല്ലാവരും അറിവ് പങ്കുവയ്ക്കുകയും അവരവരുടെ അറിയിപ്പോൾ അഭിലാഷ് തന്നെ പറഞ്ഞു, അവിടെ പോയിട്ട് എന്താ ആ പഞ്ചവടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അഗസ്ത്യാർകൂടത്തിൽ ഞാൻ പറഞ്ഞ പോലെ അഗസ്ത്യാർകൂടം നമുക്ക് പോയാൽ ഇപ്പോഴും വളരെ ഗുണവനത്തിലുള്ള അതിന് മുകളിൽ ഏകദേശം 1.5 സെന്റേ ഉള്ള അഗസ്ത്യാർമല കേരളത്തിൽ തന്നെയാണ് അഗസ്ത്യാർകൂടം. ഫോറസ്റ്റിന്റെ നമുക്ക് അനുമതി മേടിച്ച് പോകാനായിട്ടുള്ളൂ, പ്രത്യേക സ്ഥലത്ത് ഇവിടെ ഉള്ളൂ. വളരെ നല്ല ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് യാത്ര, മനുഷ്യരായ. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ആത്മീയ യാത്രയാണ്. ഈ രാമായണക്കാറ്റി പറയും എല്ലാവരും മനസ്സിലും ഭക്തിയും ശാന്തവും. അത് മാത്രമല്ല, ഇതൊരു കുടുംബത്തിൽ അന്യോന്യം കഥ പറയുന്ന പോലെ, മുത്തശ്ശി കഥ പറയുന്ന പോലെ അത് കേട്ട് അതിനെ വിഷയപ്പോൾ പറയുമ്പോഴും അതൊക്കെ എന്താ വളരെ തമാശ രൂപേണയാണെങ്കിലും വളരെ ഗൗരവമായിട്ട് ചർച്ച നടക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ വക ഇത് തന്നെ ഏറ്റവും വലിയ വിജയവും നമ്മുടെ അനുഗ്രഹവും. തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഇതിന്റെ തത്വമൊക്കെ പറയാനുള്ള സമയങ്ങൾ പിന്നെ ഉണ്ടാവും. എന്നാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇതിന്റെ ഉദ്ദേശം ആത്മസാക്ഷാത്കാരമാണ്, ഭക്തിയുടെ മുക്തി നേടുകയാണ്. രാമായണത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, ലോകത്ത് വേറെ എങ്ങും ഒരു ഗ്രന്ഥത്തിലും പറയാത്ത രീതിയിൽ പക്ഷികളോടും മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും ഒക്കെ പറയുന്നത്. ഇവിടെ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, ഈ കാളിദാസൻ ചോദിക്കുന്നത് ഏറ്റവും മർക്കടം അല്ലെങ്കിൽ ഒരിക്കലും ഈ മർക്കടമുഷ്ടിക്കാരായിരിക്കുന്ന ആൾക്കാരുണ്ട്. ആരാണ്? എപ്പോഴും എല്ലാം സഹിക്കുന്ന, മർക്കടമുഷ്ടികളെ സഹിക്കുന്ന ആൾക്കാരുണ്ട്. ആരാണ് സഹിക്കുന്നത്? എല്ലാം സഹിക്കുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് ഭൂമിയും മറ്റൊന്ന് വൃക്ഷവും. നമ്മൾ എത്രയൊക്കെ ചവിട്ടിയാലും എത്രയൊക്കെ കല്ലെറിഞ്ഞാലും വൃക്ഷവും ഭൂമിയും അല്ലെങ്കിൽ നമ്മോട് പ്രതികരിക്കാറില്ല. അതുപോലെ തന്നെ മർക്കടമുഷ്ടിക്കാർ 2 പേരും നമ്മുടെ കൂടെ എപ്പോഴും. ആരൊക്കെയാണ്? നമ്മുടെ നഖവും മുടിയും. നമ്മൾ എന്ത് പറഞ്ഞാലും ഈ നഖവും മുടിയും വളർന്നുകൊണ്ടേയിരിക്കും. അവർ മർക്കടമുഷ്ടിക്കാരാണ്. അതുപോലെ തന്നെ ഒരുപാട് ചിന്തകളൊക്കെ പങ്കുവച്ച എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാൻ ശ്രീരാമദേവൻ അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിക്കോട്ടെ. ഇവിടെ പോകുമ്പോഴുണ്ടല്ലോ, ഈ ഷിർഡി സായി നാസിക്കിന്ന് ഒരു 52 കിലോമീറ്റർ ദൂരമാണ്. അവിടുന്ന് ഒരു 70 കിലോമീറ്റർ കച്ചാ റോഡാണ്. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ റോഡിൽ പോയി കഴിഞ്ഞാൽ ശനിദേവന്റെ സ്ഥലമുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വീടിന് പോലും വാതിലില്ല. ശിവനാപൂർ. അവിടെ ഒരു വീടിനോ കടയ്ക്കോ ഇല്ല, കഥവില്ല. ആരും മോട്ടിക്കാനൊന്നും പാടില്ല. അത് ദൈവത്തിന്റെ തീരുമാനം. ആരെങ്കിലും പറ്റിക്കോ മോട്ടിക്കോ ചെയ്താൽ അവര് കഷ്ടത്തിൽപ്പെട്ട് വലഞ്ഞ് അത് പശ്ചാത്തപിക്കേണ്ടി വരുമെന്നാണ് അവിടുത്തെ വിശ്വാസം. കേട്ടോ, അവിടെ നല്ല രസമാണ് പോയി കണ്ട. ഒരു വീടിന് കഥവില്ല, ഒരു കടയ്ക്കും കഥവില്ല. ശിവനാപൂർ അടിപൊളി സ്ഥലമാണ്. അത് നാസിക്കിനടുത്താണ് സിത്താപൂർ എന്നുള്ള ശനിദേവന്റെ വടക്കേന്ത്യയിലുള്ള അവിടുന്ന് പോകാറുണ്ട്. പറഞ്ഞ പോലെ അവിടെ ഒരു വീടിനും കഥകളില്ല, എല്ലാവരും തുറന്നിട്ടാണ് താമസിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്, എല്ലാവരും പോകേണ്ട ഒരു സ്ഥലം. നമുക്ക് ആദിശങ്കര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നമുക്കൊരു പ്ലാൻ ചെയ്ത് ഇവിടെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇതാണ്. കാശി രാമേശ്വരം 49 പേരോളം ഇപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതും വളരെ വലിയൊരു വിജയമാണ്. അതിന് ഞാൻ പ്രത്യേകം നമ്മുടെ ആദിശങ്കർ ഫൗണ്ടേഷന്റെ ആത്മായനം കോർഡിനേറ്റർമാരായ ശ്രീകാന്ത്ജിയും അതേപോലെ സജനാജിയും വളരെയധികം ഹാർഡ് വർക്ക് അതിനുവേണ്ടി ചെയ്ത് 49 പേരാണ് ഇപ്പോൾ ഈ വരുന്ന ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഈ കാശി രാമേശ്വരം യാത്ര നടത്തുന്നത്. അതും ഇവിടെ നിന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും രാമേശ്വരത്ത് പോകുമ്പോ ധനുഷ്കോടിയിലും പോകുന്നുണ്ടോ? ധനുഷ്കോടിയിലും പോകുന്നുണ്ടെന്നാണ് കരുതുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ പോകുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നാളെ നമുക്ക് 13ാമത്തെ ദിവസം പാരായണം ചെയ്യുന്നത് കണ്ണൂർ ജില്ലാ ചാപ്റ്ററാണ്. ഇപ്പോൾ വാമനേട്ട പറഞ്ഞൊരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. കാരണം നമ്മൾ ഈ രാമായണക്കാറ്റിന് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓരോ ജില്ലകളിൽ നിന്നും
അവിടെ നിന്നുള്ള ആൾക്കാർ പാരായണം ചെയ്യട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നുണ്ട്. ഇന്നലെ സത്സന്ധ്യ പോലും ചെയ്തു. ഇപ്പോൾ സത്സന്ധ്യ ചെയ്തപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ്. പക്ഷേ ഇത് പർട്ടിക്കുലർ നമ്മൾ ആ ഒരു ജില്ലാ ചാപ്റ്ററുകൾക്ക് അല്ലെങ്കിൽ അതാത് ചാപ്റ്ററുകൾക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെല്ലാം ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു വേദി പങ്കിടുന്നവരെല്ലാവരും തന്നെ പാരായണം ചെയ്തിട്ടുണ്ട് ഇതുവരെയായിട്ട്, ആരെയും വിട്ട് കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ, കാരണം ആ ഓരോരോ ചാപ്റ്ററുകൾ നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, അവിടെയുള്ള ആൾക്കാരും കൂടി നമ്മുടെ കൂടെ സഹകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ പർട്ടിക്കുലർ ഈ പറഞ്ഞ ചാപ്റ്ററുകളെ ഉള്ള അംഗങ്ങളെ നമ്മളിങ്ങനെ ഇത് പാരായണത്തിന് വേണ്ടി ക്ഷണിക്കാറുള്ളത്. തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു എന്താ പറയുക, അങ്ങയുടെ സജഷൻ നമ്മൾ തീർച്ചയായും സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ലോകാസമസ്ത സുഖനോ ഭവന്തു. നമുക്ക് നാളെ വൈകുന്നേരം കാണാം. അതുവരേക്കും നമസ്കാരം. ജയശങ്കര. 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 ജയശങ്കര.